അപ്പോൾ ഈ സാധനം ഇരുമ്പ് കത്തി ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആൾക്കാർ പറയും. ഇരുമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കയപ്പുണ്ടാവും ഇതിനുള്ളിൽ. ഹായ് ഗായ്സ്, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടോ, കമ്പിളി നാരങ്ങ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്ത് പറയുമെന്ന് അറിയാൻ പാടില്ല. ഇത് ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉള്ളിൽ വന്നിട്ട്. ഇത് കൊണ്ട് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ടേസ്റ്റ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിനുമുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റോപ്പ്. അപ്പോൾ ഈ സാധനം ഇരുമ്പ് കത്തി ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആൾക്കാർ പറയും. ഇരുമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കയപ്പുണ്ടാവും ഇതിനുള്ളിൽ. അപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ ഒരു കത്തിയുണ്ട്, ഇതിട്ട് കട്ട് ചെയ്ത് നോക്കാം. മീത തൊലി മാത്രം ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. എന്താ ഇതിൻ്റെ ഉള്ളിങ്ങനെയാണ് ഇരിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കട്ടെ, കൊള്ളാമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കട്ടെ. ഇനിപ്പുണ്ട്, പക്ഷേ ഓറഞ്ചിൻ്റെ അത്ര നല്ല ഇനിപ്പൊന്നുമില്ല, എന്നാലും ഇനിപ്പുണ്ട്. നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം എടുക്കാം. ഇത് ഓറഞ്ചിൻ്റെ അല്ലി പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഓരോന്നും, പക്ഷേ അതിനെക്കാട്ടിലും നമ്മൾ ഓറഞ്ചിൻ്റെ ഒരല്ലി ഈ സൈസല്ലേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇത് വന്നിട്ട് ഞാൻ ഒരു ഇളക്കി കാണിച്ചുതരാം. കണ്ടോ, ഇത് ഒരെണ്ണമല്ല, ചെറുതുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇത് ഒരെണ്ണമാണ്, കണ്ടോ, ഇത്രയും സൈസുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 5-7 എണ്ണമെങ്കിലും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയും നമുക്ക് ഇളക്കി ഒരു പ്ലേറ്റിലോട്ടിടാം. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ, ഇതിൻ്റെ ഈ തൊലി വേസ്റ്റാണ്, ഈ തൊലി മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് മാത്രം, ഈ വെള്ള സാധനം മാത്രം നമുക്കിതിലോട്ട് പറിച്ചിടാം. ഒരെണ്ണത്തിൽ നിന്ന് ഇത്രയാണ് കിട്ടിയത്, കുറച്ചേ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ എടുക്കാമെന്ന് പറഞ്ഞത്. ഇത്ര എടുത്താൽ ഒരു ജ്യൂസിനുള്ളത് കിട്ടത്തുള്ളൂ. സാധനം പക്ഷേ ചിലതിലൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്, ചിലതിലാണ് കുറച്ച് മാത്രം ഇരിക്കുന്നത്. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പച്ചയ്ക്ക് ഒരു ചവയ്ക്കുമ്പോഴേക്കും അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പഴുത്ത് കഴിഞ്ഞാൽ കൊള്ളാം. ചിലർ പച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെയൊക്കെ അറിയാൻ പാടില്ലാതെ പച്ചയ്ക്കൊക്കെ അടത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഞങ്ങൾ അടത്തിട്ട് കഴിച്ച് നോക്കിയിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇത് പിന്നീടാണ് മനസ്സിലായത് നന്നായി പഴുക്കണം, നന്നായി പഴുത്താൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ എന്ന്. ഇത്രയും അടത്തിട്ടിട്ടപ്പോൾ നമുക്ക് ബാക്കി കാണാം. അപ്പോൾ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം കിട്ടിയത്, ബാക്കി പകുതി ഇതായിരിപ്പുണ്ട്. ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ പകുതിയിൽ നിന്ന് ഒരേ ഒരു വിത്ത് കിട്ടിയിട്ടുണ്ടോ, ഒരേ ഒരു ചെറിയൊരു വിത്ത് മാത്രമാണ് കിട്ടിയത്. വേറെ ഒരു വിത്തില്ല ഇതിലും ചിലപ്പോൾ ഒരെണ്ണമായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഇനി ജ്യൂസാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജാർ എടുത്തിട്ടുണ്ട്, മിക്സി റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിതിനെ ഇതിലിടാം. ഫുള്ളും എല്ലാം ഇടാം. അതിലുള്ള ജ്യൂസാണത്. ഇതിലോട്ട് പഞ്ചസാര കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല, അതിൽ മധുരം കുറവാണ്. ഒരു 3 സ്പൂൺ കണക്കാക്കി ഇട്ടിട്ടുണ്ട്. 3 സ്പൂൺ ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഇപ്പം കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം വയ്ക്കും. കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് ബാക്കി കാണാം.
തുറന്ന് നോക്കി നോക്കാം ഒന്ന്. സാധനം ആയോന്ന് അറിയണമല്ലോ. ഇതാ സാധനമായിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഇനി ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് അല്പം കുറച്ച് മറ്റേ എസൻസ് കൂടെ, അതായത് നന്നാരി സർബത്ത് അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു കളറും കിട്ടും, പിന്നെ ചെറിയൊരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതാ 2 പീസ് ഐസ്, ചെറിയ പീസ് നോക്കി 2 പീസ് ഐസും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയൊരു തണുപ്പിന് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് അടിക്കാം. ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റാം. ഇതിന് ഐസ് കട്ട എടുത്തത് കുറച്ച് കൂടിപ്പോയി, അല്ലാതെ വേറെ ഒന്നുമല്ല. എല്ലാം ഇതിലിടാനല്ല, കുറച്ച് മാത്രം ചെറിയ പീസ് നോക്കി പറക്കിയില്ല. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്ര ഐസ് കട്ട ഇടുന്നതെന്ന്. ഞാൻ അതിൽ മധുരം കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഐസ് കട്ട ഇടുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കമ്പിളി നാരങ്ങ കൊണ്ടൊരു ജ്യൂസ് കണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗം വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതിനെ നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഈ മഞ്ഞ ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മൾ മറ്റേ നന്നാരി എസൻസ് കൂടെ ചേർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും കളർ വരത്തില്ല ഇതിൽ. ഇതിപ്പോൾ നല്ല തണുപ്പായിട്ട് കണ്ടോ, നല്ല തണുപ്പായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ കുടിച്ച് നോക്കാം. നല്ല കിടില സാധനമാണ്. താല്പര്യമുള്ളൊരു വീട്ടിൽ എവിടെ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ചുണ്ടാക്കി നോക്കണം. ഇത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ജ്യൂസ് അടിക്കുമ്പോൾ സൂപ്പർ സാധനമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് വരും. ഞാൻ നിജു. ഗുഡ് ബൈ.